നമ്മൾ കളയുന്ന കുപ്പികളൊക്കെ ഇതേപോലെ കത്രിക വെച്ച് ആ മൂല ഭാഗം ഒന്ന് മുറിച്ച് കൊടുത്താൽ മതി. അപ്പോൾ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഓരോ അളവനുസരിച്ച് ഇതേപോലെ മുറിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ കുപ്പികളൊക്കെ ഒരുപാട് ഉപകാരം ചെയ്യും. അപ്പോൾ ഇതേപോലെ തന്നെ ദാണ്ടേ മുറിച്ചെടുത്താൽ മതി. എളുപ്പത്തിൽ തന്നെ മുറിച്ചെടുക്കുക. നമ്മൾ മീനൊക്കെ കണ്ടിക്കുന്ന കത്രികയില്ല, അത് വെച്ച് തന്നെ ഞാൻ മുറിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇതേപോലെ ഇപ്പോൾ 4 എണ്ണമാണ് ഞാൻ മുറിച്ചെടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ കളയുന്ന ഐസ്ക്രീം പാട്ടയുണ്ടല്ലോ, അതിനകത്തോട്ട് ഈ മുറിച്ച കുപ്പികൾ 4 എണ്ണവും എടുത്ത് വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ അടുക്കളയിൽ ആവശ്യമായ ഉള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, തക്കാളി, കറിവേപ്പില, മല്ലിയില ഇതെല്ലാം നമുക്ക് ഈ ടിന്നിനകത്തോട്ട് ആക്കാം. അപ്പോൾ രാവിലെ നമുക്ക് ജോലി എളുപ്പമാകും. കാരണം ഒരു 100 വട്ടം വന്ന് ഫ്രിഡ്ജ് തുറക്കണ്ട പച്ചമുളകിനും തക്കാളി. ഇതാകുമ്പോൾ ഇതൊരു ടിന്നങ്ങ് എടുത്തുകൊണ്ട് പോയാൽ മതി. രാവിലെ ജോലിക്ക് പോകുന്നവരാണേലും അതേപോലെ സ്കൂളിൽ പോകുന്ന കുട്ടികളുണ്ടെങ്കിലും നമുക്ക് എളുപ്പത്തിൽ ജോലി ഒതുക്കാൻ പറ്റും. ഇപ്പോൾ ഇത്രയും വൃത്തിയാക്കി എടുക്കുന്ന സമയം കൊണ്ട് നമുക്ക് വേറെ പണികൾ ചെയ്യുകയും ചെയ്യാം. അപ്പോൾ തീരുന്നതനുസരിച്ച് നമുക്ക് സമയമുള്ളപ്പോൾ ഇതേപോലെ നിറച്ച് വെക്കുക. തീരുന്നതനുസരിച്ച് നമുക്ക് സമയമുള്ളപ്പോൾ ഇതേപോലെ ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ എളുപ്പത്തിൽ ജോലി നടക്കും രാവിലെ. അപ്പോൾ ഈ ഒരു ടിന്നങ്ങ് എടുത്തുകൊണ്ട് പോയാൽ മതി. അതേപോലെ തന്നെ ഫ്രിഡ്ജും ഒരുപാട് വട്ടം തുറന്ന് കറണ്ട് വെറുതെ കളയേണ്ട കാര്യമില്ല. അപ്പോൾ ഇതെല്ലാം ഞാൻ നിറച്ച് വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഇതിനകത്ത് സവാളയും ഇഞ്ചിയും വെക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് ഞാൻ വേറൊരു ടിന്നകത്തോട്ട് അതും റെഡിയാക്കി വെക്കുകയാണ്. ഇപ്പോൾ കറിവേപ്പിലയുടെ ഇതേപോലെ വെക്കാൻ പറ്റത്തില്ലെങ്കിൽ കറിവേപ്പില നമുക്ക് അതിൻ്റെ ഞെട്ടിളക്കിയിട്ട് ഓരോന്നായിട്ട് ഊരി വയ്ക്കാം. അപ്പോൾ ഇതെല്ലാം ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് എടുക്കുകയും ചെയ്യാം. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് മല്ലിയിലയും ഞാൻ തൊണ്ട സൈഡിനകത്തോട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ടിന്ന് നമുക്ക് രാവിലെ അങ്ങ് എടുത്താൽ മതി. അതേപോലെ തന്നെ സവാളയും ഇഞ്ചിയും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇഞ്ചിയൊക്കെ ചിരണ്ടി നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് നല്ല ഒരു ടിപ്പാണിത്. ഒരുപാട് നമുക്ക് ലാഭം ഉണ്ടാകും ജോലി ചെയ്യുന്നതിന്. അതേപോലെ തന്നെ നമുക്ക് ഇത് വെച്ച് തന്നെ ഞാൻ രാവിലത്തെ ചപ്പാത്തിക്ക് കറി ഉണ്ടാക്കുന്നതും കൂടെ കാണിക്കാം. അപ്പോൾ വളരെ എളുപ്പമാണ്. ഞാനിതാണ് പാൻ അടുപ്പത്ത് വെച്ചിട്ട് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് കറി ചെയ്തെടുക്കാവുന്നതാണ്. അതേപോലെ തന്നെ മീൻ കറിക്കാണേലും എല്ലാത്തിനും നമുക്കിത് ഉള്ളിയുടെയൊക്കെ ആവശ്യമുണ്ടല്ലോ. അപ്പം ഇതേപോലെ ചെയ്ത് വെച്ചാൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് കറി വെച്ചെടുക്കാം. അപ്പോൾ ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്തോട്ട് തന്നെ പെട്ടെന്ന് തന്നെ എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, തക്കാളി, അതേപോലെ തന്നെ ഇതെല്ലാം ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് അതിനകത്ത് ആവശ്യത്തിനുള്ള പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. ടിന്നിനകത്ത് മേടിച്ച പയറാണ്, വലിയ പയറാണത്. ടിന്നിനകത്ത് കിട്ടുന്ന കടല, പയർ ഇതൊക്കെ നമുക്ക് മേടിക്കാൻ കിട്ടുമല്ലോ. അപ്പോൾ അത് വെച്ച് തന്നെ പെട്ടെന്ന് തൊണ്ട കറി വെച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് ചപ്പാത്തിയാണ് ഇതിൻ്റെ കൂടെ കഴിക്കുന്നത്. അപ്പോൾ കണ്ടോ, അപ്പോൾ ഇതേപോലെ റെഡിയാക്കി വെച്ചാൽ പെട്ടെന്ന് തന്നെ നമുക്ക് കറിയൊക്കെ ആക്കിയെടുക്കാം.